കഷ്ടതയുടെ നടുവിൽ കൂടി ദാവീദിന് പലപ്പോഴായി കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. അന്നേരമൊക്കെ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചിട്ടുമുണ്ട്. ദൈവം ഉത്തരം നൽകിയിട്ടുമുണ്ട്. എന്നാൽ പലപ്പോഴും കഷ്ടതകൾ നീക്കിക്കൊണ്ടുള്ള മറുപടിയല്ലായിരുന്നു ദൈവം നൽകിയിരുന്നത്. പകരം ദാവീദിന് അത് തരണം ചെയ്യാനുള്ള ബലം നൽകിക്കൊണ്ടായിരുന്നു. 138 സങ്കീർത്തനം 3 വാക്യം, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ കരഞ്ഞു പോകുന്ന ദിവസങ്ങളുണ്ടാകുന്നു. ആ കരച്ചിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ നിലവിളിയായി മാറുന്നു. പ്രാർത്ഥനാ വാചകങ്ങളെക്കാൾ നാം പൊഴിച്ച കണ്ണുനീർ ഉച്ചത്തിൽ സംസാരിച്ചിരുന്നു. നാം തളർന്ന് താളടിയായി പോകുവാൻ നാം കടന്നുപോയ പല കഷ്ടതകളും മതിയായിരുന്നു. എന്നാൽ ആ സന്ദർഭങ്ങളിലെ നമ്മുടെ നിലവിളി സാഹചര്യങ്ങളെ മാറ്റിയില്ല എങ്കിലും നമ്മുടെ ആന്തരിക അവസ്ഥയെ മാറ്റുകയുണ്ടായി. ഭയം നമ്മെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ ബലം നൽകി. കർത്താവ് തന്ന ബലമായിരുന്നു പല കഷ്ടതകളിലും പിടിച്ചു നിൽക്കുവാൻ ഇടയായി തീർന്നത്. ഏതൊരു ആത്മീയ പോരാളിയും മനസ്സ് തളർന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകാം. അന്നേരങ്ങളിൽ ബാഹ്യമായി എത്ര തന്നെ സമൃദ്ധമായിരുന്നാലും യാതൊരു വിശേഷതയും അത് നിമിത്തമുണ്ടാകുന്നില്ല. ഇതിൻ്റെ മറുവശമാകട്ടെ, ബാഹ്യമായി എത്ര തന്നെ ശോഷിച്ച അവസ്ഥയായിരുന്നാലും ആന്തരിക ബലമുണ്ടെങ്കിൽ അത് മതി ധൈര്യത്തോടെ മുന്നേറുവാൻ. ദൈവത്തിൻ്റെ ശക്തിപ്പെടുത്തുന്ന പ്രവൃത്തി ആദ്യം ആന്തരികമായി സംഭവിക്കുന്നു. നമ്മുടെ കഷ്ടതയും നാം നേരിടുന്ന യുദ്ധസമാനമായ കാര്യങ്ങളും മാറ്റുന്നതിന് മുമ്പ് കർത്താവ് നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നു. പലവിധമായ കഷ്ടതകളിലൂടെയും മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോക നിമിത്തം മാനസികമായി തളർന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, നിലവിളിക്കുവാൻ തയ്യാറായിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ഇന്ന് തന്നെ കടന്നു വരിക. നമ്മുടെ ക്ഷീണിച്ച മാനസികാവസ്ഥയെ മാറ്റി ബലം തന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ കർത്താവ് സന്നദ്ധനായി നിൽക്കുന്നു. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന ബലം, ഏതൊരു കഷ്ടതയാകുന്ന തീച്ചൂളയും നടുവിലും വിശ്വാസത്തോടെ മുന്നേറുവാൻ കഴിയുന്ന ബലം, അതത്രേ നമ്മുടെ ഉള്ളിലും നൽകി നമ്മെ ധൈര്യപ്പെടുത്തി ഇത്രത്തോളം നിർത്തിയിരിക്കുന്നത്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.